വിശുദ്ധ കുരിശിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ ഏറ്റവും പൂജ്യമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്ന 3 തിരുശേഷിപ്പുകളാണ് ഇവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. വലിയൊരു തീർത്ഥകേന്ദ്രമായിട്ട് ഏറെ ഭക്തർ ഇവിടെ വന്ന് വിശുദ്ധ കുരിശിൻ്റെ അനുഗ്രഹത്താൽ ഏറെ മധ്യസ്ഥം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പൂജ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പും അതുപോലെ തന്നെ മറ്റ് 2 തിരുശേഷിപ്പുകളും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. കൂടാതെ അതിനോടനുബന്ധിച്ച് വെച്ചിരിക്കുന്ന മെറ്റൽ കുരിശും കാണാതെ പോയിട്ടുണ്ട്. ഏറെ ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്. ഞങ്ങൾക്കേറെ വിഷമവും പ്രയാസവും ഉണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ കുറ്റം നടത്തിയവരെ ഞങ്ങൾ ഏറെ ദുഃഖത്തോടുകൂടിയാണ് കാണുക. ഈ തിരുശേഷിപ്പുകൾ എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് തലത്തിലുള്ളവരും ഈ സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തുവാനും തിരുശേഷിപ്പ് വീണ്ടും തിരിച്ചു കിട്ടാനും പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇത്തരുണത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ായിട്ടുള്ള മതസ്ഥരുടെ മുഴുവൻ വികാരങ്ങളും തള്ളപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം നന്ദിയോടെ ഓർക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഈ കാര്യത്തിൽ ഈ കേസ് ഇരിഞ്ഞാലക്കുട ASP ഇതിൻ്റെ പ്രാധാന്യത്തിൽ ഒരു പ്രധാന കേസായതുകൊണ്ട് ASP ശ്രീ വിമലാദിത്യ നേരിട്ട് അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി തൃപ്രയാർ അന്വേഷണ സംഘം തൃശ്ശൂരിൽ ഒരുപാട് കേസൊക്കെ തെളിയിച്ചിട്ടുണ്ട്. തൃപ്രയാർ അന്വേഷണം. അപ്പോൾ ആ സംഘത്തിനെ എന്ന് പറഞ്ഞെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം പ്രത്യേകം ASPയുടെ കൂടെ നിയോഗിക്കുന്നു. ബാക്കി നമ്മൾ പിന്നീട് ക്ഷേത്ര കവർച്ച സംഘമല്ല, ASP ആണ് അന്വേഷിക്കുന്നത്. ASPയുടെ കൂടെ തൃപ്രയാർ ക്ഷേത്ര കവർച്ച കേസുകൾ അന്വേഷിച്ച് ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു 100-150ഓളം കേസുകൾ തൃശ്ശൂർ ജില്ലയിൽ ആ മേഖലയിൽ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് കൂടെ ASPയുടെ കൂടെ അപ്പോൾ ഒന്നും പറയാറായില്ല. ഇപ്പോൾ നമ്മൾ വന്ന് നോക്കിയിട്ടില്ല, ഒന്നും പറയാറായില്ല.